Hi students, welcome to Excel Academy online classes. എൻ്റെ പേര് ഷരൺ, കെമിസ്ട്രി എഡ്യൂക്കേറ്റർ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 9th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അറ്റമിക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഘടന എന്നുള്ള ചാപ്റ്ററിലെ വളരെ ചെറിയൊരു ഏരിയയാണ്. അതായത് ഡാൽട്ടൺസ് ആറ്റമിക്സ് തിയറി അഥവാ ഡാൽട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തം. ഇന്ന് നമ്മൾ ഫെർദർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. സോ അതിനു മുന്നേ ജസ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ ചെറിയ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ്, അതുപോലെ ഫസ്റ്റ് ആറ്റമിക് തിയറി ഡാൽട്ടന്റെ ആറ്റമിക് തിയറിയും അതുപോലെ അതിലെ 6 പോസ്റ്റുലേറ്റ്സും 6 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും റിമെമ്പർ ചെയ്യുന്നു ആലോചിക്കുന്നു. ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ. സോ വെൽക്കം ടു ദ ക്ലാസ്. സോ ഡാൽട്ടന്റെ ആറ്റമിക് സിദ്ധാന്തത്തിൽ ആറ്റം എന്നുള്ള കണികയെ വിഭജിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആറ്റം ഇസ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. അത് കെമിക്കലി റിയാക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഇൻഡിവിജ്വലി നിൽക്കുമ്പോഴൊക്കെ അതിനെ വിഭജിക്കാൻ കഴിയില്ല. ഇൻഡിവിസിബിൾ എന്നുള്ള വാക്കിൽ തന്നെയാണ് ആറ്റം എന്നുള്ള വേർഡ് തന്നെ ഉണ്ടായിട്ടുള്ളത്. ബട്ട് ഫർദർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ ചില സയന്റിസ്റ്റുകൾക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ ചെറിയ സംശയങ്ങൾ ഉടലെടുത്തു തുടങ്ങി. എന്തായിരുന്നത്, ആറ്റം അങ്ങനെ വിഭജിക്കാൻ കഴിയാത്തൊരു കണികയാണോ, അല്ലെങ്കിൽ ആറ്റമാണോ എല്ലാ പദാർത്ഥങ്ങളുടെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ്? ഇതൊക്കെയായിരുന്നു ഡാൽട്ടൺ പറഞ്ഞത്. അപ്പൊ ഡാൽട്ടന്റെ ഓരോരോ പോയിന്റുകൾക്കും, ഡാൽട്ടന്റെ സിദ്ധാന്തത്തിലെ ഓരോരോ പോയിന്റുകൾക്കും ഒരു കൗണ്ടർ പോയിന്റുകളായിട്ട് ഓരോരോ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഓരോരോ സംശയങ്ങൾ ഉടലെടുത്തു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഫർദർ ആയിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും എവിടെ നടന്നു, ആറ്റം എന്നുള്ള ഒരു ചെറിയ കണികയുടെ മേലെ മറ്റു ശാസ്ത്രജ്ഞന്മാർ കണ്ടക്ട് ചെയ്തു. സോ ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ആ പരീക്ഷണങ്ങൾ ത്രൂ ലീഡ് ചെയ്തെത്തിയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആണോ അറിയില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്ത കാര്യമായിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ. ഈ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു കോമ്പ്, ചീപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു റഫായ അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ, സാധാരണ നമ്മൾ തലമുടിയിലാണ് ഇങ്ങനെ ഉരച്ചതിന് ശേഷം ചെറിയ പേപ്പർ തുണ്ടുകൾ അല്ലെങ്കിൽ ചെറിയ പേപ്പർ പീസസ് നമ്മൾ അതെടുത്ത് വെക്കുമ്പോൾ അതിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്തോട്ട് അട്രാക്ട് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് പവർ പോലെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മളത് കണ്ട് രസിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ചെറിയ അപ്പൊ ഈ പേപ്പർ ഒരു പദാർത്ഥമാണ്. നമ്മൾ ചീപ്പ് അല്ലെങ്കിൽ ഉപയോഗിച്ച ചീപ്പ് അല്ലെങ്കിൽ ഒരു സ്കെയിൽ അത് വേറൊരു പദാർത്ഥമാണ്. അപ്പം എന്താണ്, അപ്പോൾ എന്തുകൊണ്ട് ഈ പദാർത്ഥങ്ങൾ തമ്മിൽ അട്രാക്ഷൻ വരുന്നു? അപ്പൊ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ തന്നെ നമ്മൾ ചെറിയൊരു നിഗമനത്തിലെത്തി, ഈ പദാർത്ഥങ്ങൾക്കുള്ളിൽ എന്തോ തരത്തിലുള്ള ചാർജുകൾ പ്രസന്റ് ആയിട്ടുണ്ട്. ഈ ഒരു സംശയം അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷനാണ് മറ്റു ശാസ്ത്രജ്ഞന്മാരെ കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങളിലേക്ക് ലീഡ് ചെയ്തത്. സോ നമുക്ക് ആ ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ പരീക്ഷണങ്ങളെയും പരിചയപ്പെടാം. ഒന്നാമതായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 2 ആളുകളെയാണ്, സർ ഹംഫ്രി ഡേവി ആൻഡ് മൈക്കൽ ഫാരഡെ. ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്റ്റൻസുകളിലൂടെ, പദാർത്ഥങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അവയെ വിഘടിപ്പിക്കാൻ കഴിയും എന്ന ഒരു പരീക്ഷണം, അതായത് വിഘടനം, അതായത് പദാർത്ഥങ്ങളിലൂടെ, സബ്സ്റ്റൻസിലൂടെ വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ അവ വിഘടിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൂലകങ്ങളായിട്ട് കോമ്പൗണ്ട് വിട്ടിട്ട് പദാർത്ഥങ്ങളായി മാറിയ എലമെന്റ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നു എന്ന് അത്തരത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ വിഭജിച്ചെടുത്ത ചില എലമെന്റുകൾ, മൂലകങ്ങളാണ് സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. അത്തരത്തിലുള്ള ചില പദാർത്ഥങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള മെറ്റാലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മൂലകങ്ങളെ വേർതിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്ങനെ? വൈദ്യുതി കടത്തിവിട്ടതിലൂടെ. വീണ്ടും അവിടെ ഒരു നിഗമനത്തിന് ഉറപ്പുവരുത്തുന്ന ഒരു പരീക്ഷണമായിരുന്നു സർ ഹംഫ്രി ഡേവിയുടെ. എന്താണ്? പദാർത്ഥങ്ങളിൽ ചാർജ് ഉള്ളത് കാരണമാണ് അത് ഒരുമിച്ച് നിൽക്കുന്നതും, എന്നാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ വിഘടിച്ച് വ്യത്യസ്ത മൂലകങ്ങളായി മാറുന്നതും, വീണ്ടും ആ പദാർത്ഥങ്ങളിലുള്ള എന്തോ ഒരു ചാർജിന്റെ പ്രസൻസ്, ഒരു ചാർജ് അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസിന്റെ ആ ഒരു സാധ്യത ഒന്നും കൂടി ഉറപ്പിക്കുന്നതായിരുന്നു സർ ഹംഫ്രി ഡേവിയുടെ ആ പരീക്ഷണം. നെക്സ്റ്റ്, മൈക്കൽ ഫാരഡെ അറിയാം നമുക്ക്, വൈദ്യുതിയുടെ പിതാവാണ് അല്ലെ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള മൈക്കൽ ഫാരഡെ അദ്ദേഹത്തിന്റെ വൈദ്യുത വിശ്ലേഷണ പരീക്ഷണം. എന്താണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോളിസിസ് എന്താണ്? അദ്ദേഹം എന്താ ചെയ്തത്? ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലൂടെ ആണെങ്കിൽ മൈക്കൽ ഫാരഡെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപങ്ങളിലുള്ള ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിലെ കമ്പണൻസിനെ വേർതിരിക്കാൻ അദ്ദേഹത്തിന് ചെയ്തു. ഈ പ്രോസസ്സിന് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട്
പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ ജനറലി ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഈ വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഒരു ലോ ആര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഒരു നിയമം, വൈദ്യുത വിശ്ലേഷണ നിയമം അഥവാ ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രപ്പോസ് ചെയ്തതും മൈക്കൽ ഫാരഡേ ആയിരുന്നു. ഈ രണ്ട് പരീക്ഷണങ്ങളും നമുക്ക് വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു അടിത്തറ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് എന്തായാലും എല്ലാ സബ്സ്റ്റൻസിന്റെ ഉള്ളിലും ചാർജ് അടങ്ങിയിട്ടുണ്ട്. എല്ലാ പദാർത്ഥങ്ങളും ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഓൾ മാറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ചാർജസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ ഉള്ളിലും എന്തോ ഒരു ചാർജ് ഉണ്ട് എന്നുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നു. എന്നാൽ എന്താണ് ആ ചാർജ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പ്രൂഫ് കൊടുക്കാൻ ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്കും സാധിച്ചില്ല. അതിന്റെ തുടർഫലമായിട്ട് നമ്മുടെ നെക്സ്റ്റ് സയന്റിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പേര്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. മിസ്റ്റർ ജെ തോംസൺ, സർ ജെ തോംസൺ എന്നുള്ള സയന്റിസ്റ്റ് ഒരു വളരെ ബ്രേക്ക് ആയിട്ടുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണം? കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. ഇതാണ് കാഥോഡ് റേ ട്യൂബ്. നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് കാഥോഡ് റേ ട്യൂബ്. ഈ പരീക്ഷണത്തിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രവർത്തനക്രമം ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇത്രയും മനസ്സിലാക്കുക. ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഇതാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. ഈ റേ ട്യൂബിലൂടെ ഇതാണ് ട്യൂബ്. ഇതിന്റെ ഈ ഒരു ആരോ മാർക്കിൽ കാണിച്ചതാണ് കാഥോഡ് റേ ട്യൂബ്. ഈ ട്യൂബിലൂടെ വൈദ്യുതി അല്ലെങ്കിൽ വ്യത്യസ്ത ചാർജുള്ള ആറ്റങ്ങളെ ഗ്യാസ് അല്ലെങ്കിൽ വാതകം നിറച്ച് അദ്ദേഹം അതിലൂടെ വൈദ്യുതി പാസ് ചെയ്തു. ഇതാണ് പരീക്ഷണം. അപ്പോൾ ഈ പരീക്ഷണത്തെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ഏതായിരുന്നു എക്സ്പെരിമെന്റ്? കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. നടത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? നമ്മുടെ ജെ തോംസൺ. വളരെ ബ്രേക്ക് വളരെ ഒരു വലിയൊരു ലീഡിലേക്ക് നടത്തിയ വഴിതെളിച്ചൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ജെ തോംസന്റെ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. ഇനി അദ്ദേഹം ഇതിലൂടെ എന്താണ് കണ്ടെത്തിയത്? ആറ്റത്തിനുള്ളിൽ ചാർജ് വളരെ കുറവുള്ള അഥവാ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റത്തിനുള്ളിൽ ചാർജ് വളരെ കുറവുള്ള അഥവാ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണം ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നും ആ പാർട്ടിക്കിളിന് വളരെ ഭാരം, അതിന്റെ മാസ് വളരെ 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 കുറവാണോ എന്ന് രണ്ട് നിഗമനത്തിലെത്തി. അപ്പം ജെ തോംസൺ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോൺ എന്നുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റത്തിനുള്ളിലെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന സാധ്യതയും അതുപോലെ ആ പാർട്ടിക്കിളിന്റെ മാസും കണ്ടെത്തി. അപ്പൊ ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആര്? ഇലക്ട്രോൺസ്. ആരാണ്? ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു അതിന്റെ തലയിലൊരു മൈനസ് ഇട്ടിട്ടാണ് ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ്. ആറ്റത്തിനുള്ളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ആറ്റത്തിനുള്ളിലെ മൈനസ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അതിന്റെ ഭാരം വളരെ കുറവാണ്. എന്താണ് അതിന്റെ ഭാരം? അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാസ് ഈസ് വെരി ലെസ്. It is 1/1837 part of the mass of hydrogen atom. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1837 ഭാഗം അല്ലെങ്കിൽ 1837 ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിന്റെ ഭാരം. വളരെ വളരെ ചെറിയ മാസുള്ളൊരു കണമാണ് ഇലക്ട്രോൺ. ഇതൊരു ലീഡിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തവുമായിരുന്നു നടത്തിയത് ജെ തോംസൺ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇലക്ട്രോൺസ് ആർ ദ പാർട്ടിക്കിൾ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ആറ്റം. ഇലക്ട്രോൺ എന്നുള്ളത് ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണമാണ്. അതിന്റെ ഭാരം ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1837 ഒരു ഭാഗമാണ്. ഇനി വേറൊരു വസ്തുത, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആറ്റത്തിനുള്ളിൽ ചലിക്കാൻ സാധിക്കുന്ന, മൂവ്മെന്റിന് സാധിക്കുന്ന ഒരേ ഒരു പദാർത്ഥമുള്ള പാർട്ടിക്കിളുള്ളൂ, അത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിനുള്ളിൽ ചലിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടിക്കിളുള്ളൂ, മൂവ്മെന്റ് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പാർട്ടിക്കിളുള്ളൂ, അതാരാണ്? ഇലക്ട്രോൺ ആണ്. സോ ദെൻ ആഫ്റ്റർ ദിസ് എക്സ്പെരിമെന്റ്, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് സയന്റിസ്റ്റ് വരികയാണ് അടുത്ത പരീക്ഷണമായിട്ട്. കൂടുതൽ ആറ്റത്തിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയെ. സോ ആറ്റത്തിന്റെ ഉള്ളിൽ ഇനിയും വേറെ കണങ്ങളുണ്ടോ? നെഗറ്റീവ് ചാർജ് മാത്രമാണോ ഉള്ളത്? അത് മാത്രം പോരല്ലോ. ഒരു പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാധ്യത ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചുകൂടി രസമുള്ള ഒരു പരീക്ഷണമായിട്ട് നെക്സ്റ്റ് ആര് വന്നു? ഏണസ്റ്റ്
ഏണസ്റ്റ് റുദർഫോർഡ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി, അതാണ് ഇവിടെ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. എന്താണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഗോൾഡ് ഫോയിൽ, ഇതാണ് എന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, അല്ലെങ്കിൽ പരീക്ഷണം നടത്താനുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു. ഒരു ഗോൾഡ് ഫോയിൽ, ഇങ്ങനെ ഒരു ഫോയിൽ, ഗോൾഡ് പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണത്തിന്റെ ഫോയിൽ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ്. നമ്മൾ അലൂമിനിയം ഫോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഭക്ഷണമൊക്കെ നമ്മളിപ്പം പാഴ്സലൊക്കെ ആകുമ്പോൾ കിട്ടുന്ന അലൂമിനിയം ഫോയിൽ, അതുപോലത്തെ ഗോൾഡിന്റെ ഫോയിൽ, തിന്നായിട്ടുള്ള ഷീറ്റിനെ ഇത്തരത്തിൽ ക്രമീകരിച്ച് അതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം പ്ലേറ്റ്, ഈ വളച്ചു വെച്ചിരിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിക് ഫിലിം പ്ലേറ്റ്. അങ്ങനെ ചുറ്റും വെച്ചതിന് ശേഷം ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഒരു കിരണത്തെ, ഒരു റേ അതില് ഇവിടെ കടത്തി വിട്ടുകയാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഇത്രയുള്ള ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ഇങ്ങനെ ഇത്തരത്തിൽ ക്രമീകരിച്ച് നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ഫിലിം പ്ലേറ്റ് ഇവിടെ വെച്ചു. ഈ ഒരു സോഴ്സ് ഒരു കിരണത്തെ അതിലൂടെ കടത്തിവിട്ടു, ഇതിലൂടെ ഗോൾഡ് ഫോയിൽ. ഏത് കിരണത്തെയാണ് കടത്തിവിട്ടത്? വളരെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ആൽഫ കിരണങ്ങളെ അദ്ദേഹം കടത്തിവിട്ടു. അപ്പൊ അതാണ് ഗോൾഡ് ഫോയിൽ. അതാണ് എക്സ്പെരിമെന്റ്. ഇങ്ങനെ ഗോൾഡ് ഫോയിൽ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്തു, ക്രമീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫി ഫിലിം പ്ലേറ്റ് അതിന് ചുറ്റിലും വെച്ചു. എന്തിനാണ് ഫോട്ടോഗ്രാഫി ഫിലിം പ്ലേറ്റ് വെച്ചത്? ഇത്തരത്തിൽ കടന്നു പോകുന്ന ആൽഫ കിരണങ്ങൾ എങ്ങനെ അവിടെ അപ്പുറം പോയി, അതായത് ഈ ആൽഫ കിരണങ്ങൾക്ക് ഏത് പദാർത്ഥം തുളച്ചു കയറാനുള്ള കഴിവ് വളരെ കൂടുതലാണ്, അല്ലെ? എക്സ്റേ ഒക്കെ പോലെയുള്ള ആൽഫ കിരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാമ, ആൽഫ, എക്സ്റേ കിരണങ്ങളാണ്. ഇതൊക്കെ പദാർത്ഥങ്ങളെ തുളച്ചു കയറാനുള്ള വളരെ കഴിവുള്ള കിരണങ്ങളാണ്. അപ്പൊ ഈ ഗോൾഡ് ഫോയിലിനെ തുളച്ച് അത് പുറത്തേക്ക് എത്തുന്നത് ഏതൊക്കെ ഏരിയയിലാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ എന്താ ചെയ്തത്? ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം പ്ലേറ്റ് ഇവിടെ ഇങ്ങനെ ചുറ്റിലും പ്ലേസ് ചെയ്ത്, ഇതിലൂടെ ഇങ്ങനെ കടന്ന് ഇതിലൂടെ പുറത്തോട്ട് വരുന്ന ആൽഫ കിരണങ്ങൾ ഇതിൽ എവിടെയൊക്കെയാണ് സ്കാറ്റർ ചെയ്തിട്ട് എത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, അല്ലെങ്കിൽ ആ പരീക്ഷണത്തിന്റെ ക്രമീകരണം. ഇവിടെ ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഛേദനയുള്ള ഒരു രൂപമാണ്, സൈഡ് വ്യൂ ആണ്. സോ അത് നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ നോക്കൂ, ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം. ഇത് നമ്മളെ കൃത്യമായിട്ട് ഓരോന്നും എന്താണ്? ഈ ഗോൾഡിന്റെ ആറ്റങ്ങളാണ്, അല്ലെ? ഗോൾഡ് ഫോയിൽസിന്റെ ഉള്ളിലുള്ള ആറ്റങ്ങൾ, ഗോൾഡിന്റെ ആറ്റങ്ങളാണ് നീല കളറിൽ. അതിന്റെ നടുക്കൊരു ബിന്ദു ഉണ്ട്. ഇതിലൂടെയാണ് ഈ ഏരോ മാർക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കടന്നു പോകുന്ന ബ്ലാക്ക് കളറിലെ ഏരോ മാർക്ക് സൂചിപ്പിക്കുന്നതാണ് ആൽഫ കിരണങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന ആ ഒരു പാസേജാണ്. അപ്പൊ ഈ പരീക്ഷണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഫിഗറിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിലെത്തിയ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ നിഗമനങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം നിരീക്ഷണത്തിലെത്തിയതെന്നും അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഫിഗറിൽ വെച്ചാൽ നോക്കാം, നമുക്ക് കാണാം മെജോറിറ്റി ഓഫ് ആൽഫ റേസ്, അല്ലെ? ഭൂരിഭാഗം ആൽഫ റേസ് എന്ത് ചെയ്തു? ഒരു തടസ്സവും കൂടാതെ ഇത്രയും ഏരിയയിലല്ലേ പുറത്തോട്ട് തിരിച്ചു വന്നു, അല്ലെ? ഇതൊക്കെ എന്താണ്? ഒരു തടസ്സവും കൂടാതെ പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചു വന്നു എല്ലാ ആൽഫ റേസും, അല്ലെ? എല്ലാ ആൽഫ റേസും. ഒന്നാമത്തെ നിരീക്ഷണം അതായിരുന്നു, മെജോറിറ്റി ഓഫ് ആൽഫ റേസ് ആർ കം അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ അതിന്റെ പാതയ്ക്ക് അതിന്റെ ആ ഒരു പാത്തിന് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ മെജോറിറ്റി ആൽഫ റേസും എന്ത് ചെയ്തു? ആ ഇതിലൂടെ തുളച്ച് പുറത്തോട്ട് വന്നു. നെക്സ്റ്റ് നിരീക്ഷണം എന്തായിരുന്നു? അടുത്ത നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്തായിരുന്നു? വളരെ ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഇതുപോലെ ഡീവിയേറ്റ് ചെയ്തു അതിന്റെ പാതയിൽ. ഇവിടെ നോക്കൂ, ആൽഫ പാർട്ടിക്കിൾസ് നോക്കൂ, ചിലതൊക്കെ ഈ ഒരു പാർട്ടിക്കിൾ നോക്കൂ, ഇതിങ്ങനെ വന്നു, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു, അല്ലെ? അതുപോലെ ഇത് ഇങ്ങനെ വരുന്നു, ചെറിയൊരു ഡീവിയേഷൻ അതിന്റെ ആ പാതയിൽ വന്നു. അപ്പം സെക്കൻഡ് ഒബ്സർവേഷൻ, വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വിൽ ബി ഡീവിയേറ്റ് ഫ്രം ദ പാത്ത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒബ്സർവേഷൻ എന്തായിരുന്നു? വളരെ കുറച്ച് ഒരു 1-2 ആൽഫ കിരണങ്ങൾ മാത്രം എന്ത് ചെയ്തു? ഇതേപോലെ ഇങ്ങോട്ട് റീബൗണ്ട് ചെയ്തു, അതിലൂടെ കടന്നു പോവാതെ തിരിച്ച് റിഫ്ലക്ട് ചെയ്തു, തിരിച്ച് പുറത്തേക്ക് തന്നെ വന്നു. ഈ 3 ഒബ്സർവേഷൻസ് ആയിരുന്നു അദ്ദേഹം എഴുതി. ഒന്നാമത്, മെജോറിറ്റി ഓഫ് ആൽഫ റേസ് ആർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇൻ ദിയർ പാത്ത്, അല്ലെ? ഈ പാത്തിലൂടെ സുഖമായിട്ട് കടന്നുപോയി മെജോറിറ്റി ഓഫ് ആൽഫ റേസ്. അടുത്തത് എന്തായിരുന്നു? വളരെ കുറച്ചെണ്ണം ആൽഫ റേസിന്റെ പാതയിൽ ഇവിടുന്ന് ഡീവിയേഷൻ വന്നു, അല്ലെ? വളരെ സ്ലൈറ്റ് ഡീവിയേഷൻ വിൽ ബി ഹാപ്പൻസ്, അല്ലെ? ഈ ചെറിയ ഡീവിയേഷൻസ് നടന്നു, അല്ലെ? ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വിൽ റീബൗണ്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ബാക്ക്, തട്ടി തിരിച്ചു വന്നു. ഇങ്ങനെയായിരുന്നു 3 നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ 3 നിരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം
3 നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഒന്നാമത്തെ നിരീക്ഷണത്തിൽ എത്തുന്ന നിഗമനം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒബ്സർവേഷനിൽ എത്തിയ കൺക്ലൂഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം മെജോറിറ്റി ആൽഫ റേസർ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദർ പാത്ത്. അതിന്റെ അർത്ഥം വളരെ ഏറ്റവും കൂടുതൽ ആൽഫ കിരണങ്ങൾ ആ ഗോൾഡ് ഫോയിലിനുള്ളിലൂടെ സ്പീഡിൽ അതിന്റെ പാതയ്ക്ക് ഒരു വ്യത്യാസമില്ലാതെ കടന്നുപോയി. അതിനർത്ഥം ആറ്റത്തിനുള്ളിൽ മെജോറിറ്റി എന്താണ്, വാക്കന്റ് സ്പേസ് ആണ്. നമുക്കൊരു സ്ഥലത്ത് കൂടെ വളരെ ഫ്രീ ആയിട്ടുള്ള എംറ്റി സ്പേസിലൂടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉള്ളിടത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പറ്റുമോ? ഇല്ല, തടഞ്ഞ് നമ്മൾ അവിടെ നിൽക്കും. പക്ഷെ ആറ്റത്തിനുള്ളിലൂടെ സുഗമമായിട്ട് മെജോറിറ്റി ആൽഫ റേസും കടന്നു പോവുക എന്നുള്ളത് അർത്ഥം ആറ്റം എന്നുള്ള ഒരു പാർട്ടിക്കിളിന്റെ ഉള്ളിൽ, ആറ്റത്തിന്റെ ഉള്ളിൽ മെജോറിറ്റിയും എന്താണ്, വേക്കന്റ് സ്പേസ് ആണെന്ന് ഒന്നാമത്തെ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം നിഗമനത്തിലെത്തി. ഇനി രണ്ടാമത്തെ നിരീക്ഷണം എന്തായിരുന്നു? വളരെ കുറച്ച് ആൽഫ റേസ് എന്ത് ചെയ്തു, തട്ടി ഡീവിയേറ്റ് ചെയ്തു പോയി. അതിന്റെ ആ ഒരു പാത ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി. അതിനർത്ഥം എന്താണ്, ആൽഫ റേസിന്റെ ചാർജ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആൽഫ കിരണങ്ങളുടെ ആൽഫനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ആൽഫ എന്നുള്ള ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ 6 ഇങ്ങനെ തിരിച്ചിടുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെയാണ് ആൽഫനെ റെപ്രസെന്റ് ചെയ്യുക. ആൽഫയുടെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജാണ്. എന്താണ്, പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈക്വൽ ചാർജസ് റിപ്പൽ ഈച്ച് അതർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈക്വൽ ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, അതായത് വികർഷിക്കും. അപ്പം ഈ ആൽഫയുടെ ചാർജ് പോസിറ്റീവ് ആണ്, എന്നാൽ ഇവിടെ ഈ പാതയിൽ ചെറിയൊരു വികർഷണം, വലിയ ഡീവിയേഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ആറ്റത്തിനുള്ളിലും പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു ചാർജ് ഉണ്ട് എന്നുള്ള നിഗമനത്തിലെത്തി. ഇനി ലാസ്റ്റ് വൺ, വളരെ കുറച്ച് എണ്ണം ആൽഫ റേസ് എന്ത് ചെയ്തു, തട്ടി ഇവിടെ റീബാക്ക് ചെയ്തു, അല്ലെ ഇങ്ങനെ റീബോണ്ട് ചെയ്തു. ഈ ഓരോ ഏരിയയിൽ തട്ടിയിട്ട് റീബോണ്ട് ചെയ്തു. അപ്പം എന്ത് മനസ്സിലാക്കി, ഈ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടത്തും തന്നെ തിരിച്ചു വരണ്ടേ, പക്ഷെ എല്ലായിടത്തും ഇല്ല. വളരെ ഏതോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് ആറ്റത്തിന്റെ മധ്യഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി. ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് അങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കൊന്നുമല്ല. ആറ്റത്തിന്റെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇത്രയും നടുക്കുള്ള കേന്ദ്ര ഭാഗത്താണ് എന്തുള്ളത്, ആ പോസിറ്റീവ് ചാർജ് മൊത്തം. കാരണം അവിടെ തട്ടിയിട്ടാണ് എല്ലാ ആൽഫ കിരണങ്ങളും തിരിച്ചു വരുന്നത്. സോ അവിടുന്ന് കൂടെ ആൽഫ കിരണം കടന്നു പോകാൻ പറ്റില്ല, കാരണം അവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള സ്ഥലമാണ്. ആൽഫ കിരണത്തിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതിന്റെ തട്ടിയിട്ട് എന്ത് ചെയ്യും, അത് റീബൗണ്ട് ചെയ്യും. സോ ആ ഒരു കൺക്ലൂഷനിലെത്തി. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് പോസിറ്റീവ് ചാർജുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്തോ ഒരു വളരെ കട്ടി കൂടിയ, ഭാരമുള്ള, മാസ് കൂടിയ ഒരു വസ്തു കൂടി, അല്ലെങ്കിൽ ആറ്റത്തിൽ ഏറ്റവും മാസ് കൂടിയ വസ്തു ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്താണ് കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഒരു സജഷൻ വെച്ചു. അങ്ങനെ ആറ്റത്തിനുള്ളിലെ ഈ പോസിറ്റീവ് കണങ്ങളെ ഏണസ്റ്റ് റുദർഫോർഡ് പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. ആറ്റത്തിനുള്ളിലെ ഈ പോസിറ്റീവ് കണങ്ങളെ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. അപ്പൊ ഡാൾട്ടന്റെ സിദ്ധാന്തം മൊത്തം പൊളിച്ചടക്കി ഇവര് എന്ത് ചെയ്തു, ഒന്നാമത്തെ ആള് കണ്ടുപിടിച്ച ഇലക്ട്രോൺ, ആറ്റത്തിന്റെ ഉള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കണമായിട്ടുള്ള, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, ഭാരം വളരെ കുറവുള്ള ഇലക്ട്രോൺ എന്ന കണമുണ്ടെന്നും, അതേസമയം ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആറ്റത്തിനുള്ളിൽ വളരെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ഒരു വലിയ പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷൻ, ഒരു കൂട്ടമുണ്ടെന്നും അതിനെ ഫോട്ടോൺസ് അഥവാ പ്രോട്ടോൺസ് എന്നും വിളിച്ചു. പ്രോട്ടോൺസിനെ നമ്മൾ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. കാരണം ഒരു ആറ്റത്തിനും ഒരു മൂലകത്തിനും ഒരേപോലെയുള്ള പ്രോട്ടോൺ നമ്പേഴ്സ് ഉണ്ടാവില്ല, വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മുടെ വിരലടയാളം പോലെ, നമ്മൾ ഐറിസിന്റെ സെക്ഷൻ പോലെ എല്ലാം ആറ്റത്തിന്റെ ഒരു ഐഡന്റിറ്റി കാർഡാണ് പ്രോട്ടോൺസ്. കാരണം എല്ലാ ആറ്റങ്ങൾക്കും ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവും. സോ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ചാർജ്, ഇലക്ട്രോണിന്റെ ഭാരം, ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് പരീക്ഷണങ്ങളും. ഈ പരീക്ഷണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ജെ തോംസന്റെ പരീക്ഷണത്തിന്റെ പേര് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സോ ഇത്തരത്തിൽ പിന്നെ റുദർഫോർഡ് ഒരു സാധ്യത കൂടി പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിന്റെ ഏറ്റവും കേന്ദ്രഭാഗത്ത് എന്തുണ്ട്, കേന്ദ്രഭാഗത്ത് ആറ്റത്തിലെ ഏറ്റവും മാസ് കൂടിയ കാരണം ഏതോ ഒരു പാർട്ടിക്കിൾ കൂടി അവിടെ കേന്ദ്രീകരിച്ചു. കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ കൊളീഗായിട്ടുള്ള, അദ്ദേഹത്തിന്റെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ജെയിംസ് ചാഡ്വിക് 1932 ആ ഭാരം കൂടിയ, അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിലെ ഏറ്റവും ഭാരം കൂടിയ കണികയായിട്ടുള്ള ന്യൂട്രോൺ എന്നുള്ള പാർട്ടിക്കിളിനെ അദ്ദേഹം കണ്ടെത്തി. ന്യൂട്രോൺ എന്ന പാർട്ടിക്കിളിനെ കണ്ടെത്തി. അപ്പൊ ആറ്റത്തിനുള്ള 3 പാർട്ടിക്കിൾസ് കിട്ടി: ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇലക്ട്രോണിന്റെ ചാർജ്
നെഗറ്റീവ് കണ്ടെത്തിയത് ജെ തോംസൺ. ഏത് വഴി? കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴി. നെക്സ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത്. അത് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് എക്സ്പെരിമെന്റ്, റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി. നെക്സ്റ്റ് വൺ ഈസ് ന്യൂട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമായിട്ടുള്ള ന്യൂട്രോൺ, അതായത് ന്യൂട്രൽ ചാർജ് ആയിട്ടുള്ള, ചാർജുകളൊന്നും ഇല്ലാത്ത ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമായിട്ടുള്ള ന്യൂട്രോൺ ഇതിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ഇൻ 1932. അപ്പൊ ആറ്റത്തിലെ 3 കണങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ഇലക്ട്രോൺ. ഏതാണ് ഒന്നാമത്തെ കണം? ഇലക്ട്രോൺ ആണല്ലേ, ഇലക്ട്രോൺ. രണ്ടാമത്തത് അതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തത് പ്രോട്ടോൺ. പ്രോട്ടോൺ ചാർജ് പോസിറ്റീവ് ചാർജ്. ദെൻ തേർഡ് വൺ ഏറ്റവും ഭാരം കൂടിയ എന്നാൽ ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ചാർജ് ഒന്നും ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ ആരെ കണ്ടെത്തിയത്? ഇറ്റ് ഈസ് ജെയിംസ് ചാഡ്വിക് എന്നുള്ള സയന്റിസ്റ്റ് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. സോ ഇലക്ട്രോണിനെ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. പ്രോട്ടോൺ പി പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ സ്വാഭാവികമായിട്ട് എൻ. സോ ദിസ് ഇസ് ദ 3 സബാറ്റോമിക് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഉള്ളിലെ വളരെ ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളാണ്. ആറ്റത്തിന് വിഭജിക്കാൻ കഴിയില്ല എന്നുള്ള സിദ്ധാന്തമൊക്കെ മാറ്റി ആറ്റത്തിനുള്ളിലെ 3 ചാർജുള്ള പ്രോപ്പർട്ടീസ് ഉള്ള കണങ്ങളെ കണ്ടെത്തി. അവയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ടേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് പരീക്ഷണങ്ങൾ എന്നൊക്കെ ഓർത്തു വെക്കാം. ദെൻ ഈ ഒരു ടേബിൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ, ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആറ്റത്തിന്റെ ഉള്ളിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്, കണികകളാണ്. ആരൊക്കെ? ഈ 3 VIPs. ദാറ്റ് ഈസ് ഒരാൾ ഇലക്ട്രോൺ, രണ്ടാൾ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. എന്തൊക്കെയാണ് ഒരു പ്രത്യേകതകൾ? നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന്റെ ചാർജ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഞാൻ ഒരു പ്രോപ്പർട്ടി കൂടി പറഞ്ഞു തന്നു. ആറ്റത്തിനുള്ളിൽ ചലിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കണമേ ഉള്ളൂ, അത് ഇലക്ട്രോൺ ആണ്. പ്രോട്ടോൺ അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പ്രോട്ടോണിനെ ഒരു കാര്യം പറഞ്ഞു, ഐഡന്റിറ്റി കാർഡ് അല്ലാതെ ഫിംഗർ പ്രിന്റ് ഓഫ് ആറ്റം. കാരണം ഓരോ ആറ്റത്തിനും ഓരോ നമ്പർ ഓഫ് പ്രോട്ടോൺ ആയിരിക്കും, ഒന്നിനും സെയിം ആയിരിക്കില്ല. സോ പ്രോട്ടോണിനെ വി ആർ ഓൾസോ കോൾഡ് ദ ഫിംഗർ പ്രിന്റ് ഓർ ID കാർഡ് ഓഫ് എ ആറ്റം. ദെൻ ന്യൂട്രോണിന് ഏറ്റവും മാസ് കൂടിയ എന്നാൽ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് കൊടുക്കാം. എന്താ നെക്സ്റ്റ് പ്രോപ്പർട്ടി? മാസ് ഈസ് വെരി ലെസ്. ഇലക്ട്രോണിന്റെ മാസ് എത്ര നമ്മൾ ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്തു? 1/1837 പാർട്ട് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. 1837 ഒരു ഭാഗം ഹൈഡ്രജൻ ആറ്റത്തിന്റെ വളരെ മാസ് കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ദെൻ പ്രോട്ടോണിന്റെ മാസ് ഈസ് ഈക്വൽ ടു ദ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജന്റെ മാസിന് ഈക്വൽ ആണ് ആരുടെ ആറ്റത്തിന്റെ മാസ്? പ്രോട്ടോണിന്റെ ആറ്റത്തിന്റെ ഉള്ളിലെ പ്രോട്ടോൺ എന്ന കണത്തിന്റെ മാസ്. ദെൻ ന്യൂട്രോണിന്റെ മാസ് ഓഫ് എ ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ മാസിന്റെ കാര്യം. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഏറ്റവും ഭാരം കൂടിയത് ഇലക്ട്രോൺ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞത്, ഏറ്റവും ഭാരം കൂടിയത് ആരാണ്? ന്യൂട്രോൺ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ്. ഇലക്ട്രോൺസിന് നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ ഔട്ട്സൈഡ് ഓഫ് ദ ന്യൂക്ലിയസ്. എന്താണ് ന്യൂക്ലിയസ്? നമ്മൾ നേരത്തെ പറഞ്ഞു കേന്ദ്രത്തിലല്ലേ, ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിലായിട്ടാണ് ഈ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും സ്ഥിതി ചെയ്യുന്നത്. ഈ കേന്ദ്ര ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ ഉള്ളിലെ പ്രോട്ടോൺസും ന്യൂട്രോൺസും സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂട്രോൺസ് എന്ന് പറയാം. സോ ആ ആറ്റത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോണുണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ പുറത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. ദെൻ പ്രോട്ടോണിന്റെ പൊസിഷൻ എവിടെ? പ്രോട്ടോൺ എവിടെ ആറ്റത്തിൽ താമസിക്കുന്നത്? ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. പ്രോട്ടോണും ന്യൂട്രോണും ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു ടേബിള് ബ്രീഫാണ്. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ സംഭവങ്ങളുടെ ബ്രീഫാണ്. എന്താണ്? ഒന്ന് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ സബാറ്റോമിക് പാർട്ടിക്കിൾ ആറ്റത്തിനുള്ളിലെ കണികകളാണ്. അവ എന്താണ്? അവരുടെ മാസ്, അവരുടെ ചാർജ്, അതുപോലെ അവരുടെ പൊസിഷൻ ഇൻ ആറ്റം. സോ ഈ ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിക്കണം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ വായിച്ചു പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക, അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും, അത് കൃത്യമായിട്ട് ചെയ്യാം. ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അസൈൻമെൻ്റ് ആയിട്ട് തരാം. അത് നാളെ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആ ക്ലാസ്സിൽ നിന്ന് മറക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കുക, ദെൻ സബ്മിറ്റ് ചെയ്യാം. അപ്പം ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.